2026 മാർച്ചോടെ ഭാരതത്തെ മുഴുവൻ ഒരു മാവോയിസ്റ്റ് മുക്തമാക്കി മാറ്റുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. നിലവിൽ അത് തന്നെയാണ് സംഭവിച്ചത്. മാർച്ചിന് മുമ്പ് തന്നെ എല്ലാ മാവോയിസ്റ്റുകളും കീഴടങ്ങാത്തവരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം. നിലവിൽ അടുത്ത ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അതായത് ഇനി രാജ്യത്ത് നിന്ന് ലഹരി മാഫിയകളെ തുടച്ചു നീക്കാനാണ് അമിത്ഷാ ഇനിയിപ്പോൾ ഒരു പദ്ധതിയുമായി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് മുന്നോട്ടേക്ക് വരുന്നത്. ഓരോ കാര്യം ചെയ്യുമെന്ന് അമിത്ഷാ അല്ലെങ്കിൽ BJP സർക്കാർ പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം പ്രകാരം മുംബൈയിൽ 1745 കോടി രൂപയുടെ മയക്കുമരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയതിന് പിന്നാലെ രാജ്യത്തെ ലഹരിമരുന്ന് ശൃംഖലകളെ വേരോടെ പിഴുതെറിയാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരായ വലിയ വിജയമായിട്ടാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിന്റെ ഭാഗമായി പിടികിട്ടാപ്പുള്ളിയായ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തുകാരൻ മുഹമ്മദ് സലീം ഡോളയെ ന്യൂഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് NCB അറസ്റ്റ് ചെയ്തത്. ഡോളയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്നത്. അതായത് ഈ ഡോളയുടെ ഒത്താശയോടുകൂടി നടക്കുന്ന ഒരു ശൃംഖലയാണ് ഈ മയക്കുമരുന്ന്. മുംബൈ, മഹാരാഷ്ട്ര അടക്കം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലടക്കം ഇയാൾക്ക് പല നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ടെന്നാണ് NCB പറയുന്നത്. മുംബൈയിൽ നിന്ന് ഉയർന്ന ഗുണനിലവാരമുള്ള 249 കിലോഗ്രാം കൊക്കൈനാണ് NCB പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് മയക്കുമരുന്ന് ശൃംഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് അമിത്ഷാ എക്സിലൂടെ പ്രതികരിച്ചത്. ഒരു ചെറിയ മയക്കുമരുന്ന് കടത്തിൽ നിന്ന് തുടങ്ങി അതിനു പിന്നിലെ വലിയ ശൃംഖലയെ കണ്ടെത്തുന്ന താഴെത്തട്ടിൽ നിന്നുള്ള മുകളിലേക്കുള്ള അന്വേഷണത്തിന്റെ മികച്ച ഒരു ഉദാഹരണമാണെന്നും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. വലിയ നേട്ടം കൈവരിച്ച NCB അന്വേഷണ സംഘത്തിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. മുഹമ്മദ് സലീം ഡോളയെ പിടികൂടിയതോടെ മുംബൈയിൽ മയക്കുമരുന്ന് മാഫിയകളുടെ അന്ത്യത്തിന് തുടക്കമാണ് അമിത്ഷാ കുറിച്ചിരിക്കുന്നതും NCB തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതും. മുംബൈ സ്വദേശിയായ 59-കാരനായ ഇയാളെ പിടികൂടാനായി ഇന്ത്യയുടെ ആവശ്യപ്രകാരം 2024 മാർച്ചിൽ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. രാജ്യത്ത് നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിൽ പ്രതിയായ ഇയാൾ നാളുകളായി അന്വേഷണ ഏജൻസികളെ വെട്ടിച്ച് വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ്, അതോടൊപ്പം തന്നെ ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലെ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയാണ് സലീം ഡോള പടുത്തുയർത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി രാജ്യത്തെ മയക്കുമരുന്ന് ഇടപാടുകളിൽ ഇയാൾക്ക് നിർണായക സ്ഥാനമുണ്ട്. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഹെറോയിൻ, ചരസ്, അതോടൊപ്പം തന്നെ മെഫഡ്രോൺ, മാൻഡ്രാക്ക്, മെത്തഫെറ്റാൻ തുടങ്ങിയ മാരക മയക്കുമരുന്നുകൾ വൻതോതിൽ കടത്തിയ കേസിലും ഇയാൾക്ക് നേരിട്ട് പങ്കുള്ളതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള വിതരണക്കാർക്കടക്കം വൻതോതിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയാണ് ഡോള പ്രവർത്തിച്ചിരുന്നത്. കൂടാതെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലടക്കം മറ്റ് സംസ്ഥാനങ്ങളടക്കം ഈ മൊത്ത വിതരണക്കാരുണ്ട്. അവർ ഈ ഡോളയുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിൽ നിന്നാണ് മയക്കുമരുന്നെല്ലാം തന്നെ വാങ്ങുന്നത്. ഈ പണം നേരെ പോകുന്നത് തീവ്രവാദ ഫണ്ടിങ്ങിലേക്കാണ്. അങ്ങനെയാണ് അന്വേഷണം നടത്തി വന്നപ്പോഴാണ് മുംബൈയിലുള്ള ഒരു മയക്കുമരുന്ന് ഡോൺ തന്നെ ഇതിന്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് മൊത്തത്തിൽ ഈ ചെറിയ ചെറിയ മയക്കുമരുന്ന് ടീമംഗങ്ങളെ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം അങ്ങനത്തെ ഉള്ള മയക്കുമരുന്നായിരിക്കും. അത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ട് കൊടുക്കാവുന്ന സാധനമാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന നെറ്റ്വർക്കിനെ തന്നെ പിടികൂടാനാണ് NCB 1 വർഷമായി 1-2 വർഷമായി തന്നെ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. അതാണ് ഇപ്പോൾ ഈ ഡോളയെ തന്നെ പിടികൂടിയത്. മുംബൈ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നതും അത് എത്തിക്കാനായിട്ട് തന്നെ പ്രത്യേക കാരിയർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തിലേക്ക് സാധനം കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് എടുക്കാനായിട്ട് കേരളത്തിൽ തന്നെ ചെറിയ ചെറിയ ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ മുംബൈയിൽ തുടങ്ങിയ അന്വേഷണം മിക്കവാറും കേരളത്തിൽ തന്നെ വന്ന് എത്തും എന്ന കാര്യത്തിലും സംശയമില്ല.